ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു സൂപ്പർ നാച്ചുറൽ ടീൻ ഡ്രാമ കൈൻഡ് ഓഫ് സീരീസാണ്. ആ സീരീസാണ് ടീൻ വുൾഫ്. ഓക്കെ, അപ്പോൾ ഇതിലെ മെയിൻ ലീഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്കോട്ട് മിക്കോൾ. അപ്പം ഒരു നോർമലായിട്ടുള്ള ഒരു ടീനേജ് ബോയാണ്. അപ്പോൾ അവൻ്റെ ലൈഫ് ഒരു വെയർ വൂൾഫ് അവനെ കടിക്കും തൊട്ട് അവൻ്റെ ലൈഫ് മാറും. അങ്ങനെ പിന്നെ അവൻ്റെ ലൈഫിൽ വരുന്ന കുറേ പുതിയ കുറേ ക്രീച്ചേഴ്സിനെ എൻകൗണ്ടർ ചെയ്യും. അതുപോലെ അവൻ്റെ സ്കൂളിലുള്ള കുറേ ആളുകളിൽ ഇതുപോലെയുള്ള പവേഴ്സ് കിട്ടും. അങ്ങനെ കുറേ കുറേ റൊമാൻസ്, അതുപോലെ ഹ്യൂമർ, പിന്നെ ഹൊറർ, ഇതിൻ്റെ എല്ലാത്തിനെയും കൂടെ ഒരു മിക്സാണ് ടീൻ വുൾഫ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇവന് പവർ കിട്ടിയതിന് ശേഷം ഇവന് ചൂസ് ചെയ്യേണ്ടി വരും. അതായത് പവറും ഹ്യൂമാനിറ്റിയും തമ്മിലൊരു ഡെസിഷൻ എടുക്കേണ്ട പല സിറ്റുവേഷൻസ് വരും. കുറേ പ്ലോട്ട് ട്വിസ്റ്റുകൾ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ ഒത്തിരി പുതിയ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ക്രീച്ചേഴ്സ്, അതായത് ബാൻഷി, കിഡ്സിനെ, അതുപോലെ അവരൊക്കെ ഹണ്ട് ചെയ്യാൻ വരുന്ന ഹണ്ടേഴ്സ്, അപ്പോൾ അങ്ങനെ ഒത്തിരി ക്യാരക്ടേഴ്സ് വരും. പിന്നെ അതുപോലെ ഇവരുടെ ഒരു ഇമോഷണൽ ബോണ്ടിങ് നമുക്ക് കാണാൻ പറ്റും. സ്കോട്ടിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് സ്റ്റൈൽസ് സ്റ്റെലൻസ്കി. അപ്പോൾ സ്റ്റൈൽസിനെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവനൊരു ഭയങ്കര ഹ്യൂമറായിട്ടുള്ള, എന്നാൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള, അതുപോലെ ഇതിനകത്തോട്ട് കുറേ ഒരു ഇമോഷണൽ ഡെപ്തൊക്കെ കൊണ്ടുവരാനായിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് സ്റ്റൈൽസ് പ്ലേ ചെയ്യുന്നുണ്ട്. അതുപോലെ അങ്ങനെ ഒരു കുറേ ആദ്യം അവനുണ്ടാകുന്ന ഒരു ചേഞ്ച്, ആ ഒരു ട്രാൻസ്ഫോർമേഷനും ആ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റൊക്കെ ഇപ്പോൾ സ്കോട്ടിൻ്റെ ആണെങ്കിലും അതുപോലെ സ്റ്റൈൽസിനകത്തും വരുന്ന അവരുടെ ക്യാരക്ടറിൽ ഉണ്ടാകുന്ന ആ ഒരു ഡെവലപ്മെൻറ്റ്, അതൊക്കെ അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഭയങ്കര ആക്ഷനും മിസ്റ്ററിയും ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ ത്രൂ ഔട്ട് നമുക്ക് ഭയങ്കര നമുക്ക് എക്സൈറ്റഡ് ആയിട്ട് തന്നെ ഇരുന്ന് കാണാനായിട്ട് പറ്റും. ഒരു ടീനേജ് ഡ്രാമയാണോ? അതെ, എന്നാൽ സൂപ്പർ നാച്ചുറൽ കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതുപോലെ കുറേ പ്ലോട്ട് ട്വിസ്റ്റുകളും, അതുപോലെ ഒത്തിരി നല്ല നമ്മൾ പെട്ടെന്ന് നമ്മളിങ്ങനെ ഉറങ്ങിയിരുന്ന് കാണേണ്ട സീരീസൊന്നുമല്ല. നമുക്ക് പെട്ടെന്ന് നമ്മളൊന്ന് എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു കൈൻഡ് ഓഫ് സീരീസാണ് ഈ ടീനേജ് വുൾഫ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ സൂപ്പർ നാച്ചുറൽ എന്ന് പറഞ്ഞ സീരീസൊക്കെ ഉണ്ട്, അതിൻ്റെയൊക്കെ ഒരു വേറെ ലെവൽ. അതായത് ഇവരിങ്ങനെ പോകുന്നു, ഒരു പവർ കിട്ടുന്നു, അപ്പോൾ അവൻ തന്നെ കൺഫ്യൂഷനാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് എന്താ ചെയ്യേണ്ടതെന്ന്. പക്ഷെ പിന്നെ അവന് കുറേ ഗൈഡൻസ് വരുന്നു. നമ്മൾ ആ ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള വേൾഡിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നു. വെയർ വൂൾഫ്, അവരുടെ പാക്ക്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് സീരീസാണ്. സോ നിങ്ങൾക്ക് തീർച്ചയായും വർത്ത് വാച്ചിങ് ആയിട്ടുള്ള ഒരു സീരീസാണ്. സോ പ്ലീസ് ഡു ചെക്ക് ഔട്ട് ടീൻ വുൾഫ്.